എങ്ങനെ നമുക്കൊരു ചിത്രത്തെ HDR ഹൈ ഡൈനാമിക് റേഞ്ചിലേക്ക് മാറ്റാമെന്ന് നോക്കാം. HDR വളരെ സിമ്പിളാണ്. ആദ്യം നമുക്ക് വേണ്ട ഇമേജിന് ഫോട്ടോഷോപ്പിൽ ഓപ്പൺ ചെയ്യും. ഇതിന് ഞാനിവിടെ ബ്രൗസ് ചെയ്തിരിക്കുന്ന ഇമേജ് ഓപ്പൺ വിത്ത് Adobe Photoshop CS6 ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിവിടെ പെട്ടെന്ന് വരാൻ കാരണം ഞാൻ നേരത്തെ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്തു എന്നതുകൊണ്ട് മാത്രമാണ് ഈ ഇമേജ് ഇവിടെ പെട്ടെന്ന് ഓപ്പൺ ആയത്. രണ്ടാമത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ലെയറിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാനാണ്. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് വീട്ടിലിരുന്ന് കമ്പ്യൂട്ടർ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ശേഷം വരുന്ന നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ഇമേജ് ക്ലിക്ക് ചെയ്ത് വലിച്ച് ഇവിടെ കാണുന്ന ന്യൂ ലെയർ, ഇവിടെ ന്യൂ ലെയർ ബോക്സ് ആണ്, അവിടെ വിടുക. അപ്പോൾ നമുക്ക് ഇമേജിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ലഭിച്ചു കഴിഞ്ഞു. മൂന്നാമത് ബ്ലെൻഡിങ് മോഡ് ഓവർലേ ആക്കുക. ഇവിടെ നമ്മൾ ആ ലെയർ തന്നെയാണ് സെലക്ട് ചെയ്തതെന്ന് ഉറപ്പുവരുത്തുക. ശേഷം ഇവിടെയാണ് ബ്ലെൻഡിങ് മോഡ്, ഇവിടെ കാണുന്ന ഓവർലേ എന്ന് ക്ലിക്ക് ചെയ്യുക. അടുത്തത് ഇമേജ് അഡ്ജസ്റ്റ്മെൻറ്റ് ഡീസാച്ചുറേറ്റ് എന്നെടുക്കുക. ഇവിടെ മെനു ബാറിൽ ഇമേജ് അഡ്ജസ്റ്റ്മെൻറ്റ് ഡീസാച്ചുറേറ്റ്, ഷിഫ്റ്റ് കൺട്രോൾ U ആണ് ഷോർട്ട് കട്ട് കീ. ഇപ്പോൾ ഇവിടെ ഒരു നേരിയ മങ്ങൽ നമുക്കിവിടെ കാണാം. അടുത്തത് ഇമേജ് അഡ്ജസ്റ്റ്മെൻറ്റ് ഇൻവേർട്ട്. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, മങ്ങിയ ഇമേജ് മുകളിലും തൊട്ടടിയിലാണ് നമ്മുടെ സാധാ ഇമേജ്. ഇവിടെ നമുക്ക് ഇമേജ് അഡ്ജസ്റ്റ്മെൻറ്റ് ഇൻവേർട്ട് കൺട്രോൾ I ക്ലിക്ക് ചെയ്യാം. അപ്പോൾ കുറച്ച് വെളിച്ചം വന്നതായി കാണാം. നിങ്ങൾക്ക് മൊബൈൽ, കമ്പ്യൂട്ടർ എന്നിവയുടെ സംശയങ്ങൾ ചോദിക്കാം. താഴെ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ പേര്, സ്ഥലം, ജോയിൻ എന്ന് ടൈപ്പ് ചെയ്ത് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അടുത്തത് ഫിൽറ്റർ, ബ്ലർ, ഗൂഷ്യൻ ബ്ലർ എന്നത് റേഡിയസ് ഒരു 50 പിക്സലിനടുത്താക്കുക. ഫിൽറ്റർ, ബ്ലർ, ഗൂഷ്യൻ ബ്ലർ, ഇത് നമുക്ക് ഏതാണ്ട് ഒരു 50 പിക്സലാണ്. ഇപ്പോൾ അതിൽ നമുക്ക് ഓക്കെ ക്ലിക്ക് ചെയ്യാം. അടുത്തത് ബാക്ക്ഗ്രൗണ്ട് ലെയറിന് വീണ്ടും കോപ്പി ചെയ്യുക. ഞാൻ നേരത്തെ കാണിച്ചത് ബാക്ക്ഗ്രൗണ്ട് ലെയറിന് എടുത്തുകൊണ്ടുപോയി കോപ്പി ചെയ്യുന്ന രീതിയാണ്. ഇനി നമുക്ക് കീബോർഡിൽ CTRL-J അടിച്ചും അതിനെ കോപ്പി ചെയ്യാം. അടുത്തത് ആ ലെയറിൻ്റെ ബ്ലെൻഡിങ് മോഡ് ലീനിയർ ലൈറ്റോ അല്ലെങ്കിൽ വേവ്ഡ് ലൈറ്റോ ആക്കി മാറ്റുക. ഇപ്പോൾ ഇമേജ് കുറച്ച് ഡാർക്കായി. ഇപ്പം നമുക്ക് ഒപ്പാസിറ്റി കുറച്ചൊന്ന് കുറയ്ക്കാം, ഒരു 60%. ഇപ്പോൾ നമ്മൾ ഒരു ചിത്രത്തെ HDR ക്വാളിറ്റിയിലോട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഉൾക്കാഴ്ചയിൽ നിന്നും ഞാൻ ഷഫീഖ്. നന്ദി, നമസ്കാരം.